ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഫ്രില്ല് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഹാൻഡ് റഫിൾസ് അല്ലെങ്കിൽ ഹാൻഡ് ഫ്രില്ലൊക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഫ്രോക്ക് നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ലെയേഴ്സ് ഫ്രോക്കായാലും ഇതുപോലെ റഫിൾ ഫ്രോക്കായാലും ഗ്യാദേഴ്സ് ചെയ്യുന്ന ഫ്രോക്കായാലും ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫ്രോക്കായാലും ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതില്ലാത്തൊരു ഫ്രോക്ക് ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഈവൻ ലൈനിങ്ങിലേക്കായാൽ പോലും നമുക്ക് ഇതുപോലെ ഫാബ്രിക്സൊക്കെ ഗ്യാദേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടൊരു ഗ്യാതറിങ് ആണിത്. ഇതിലിപ്പോൾ ഞാൻ സിബ് വെക്കുന്ന ആ ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഏത് ഫ്രൂട്ട് യൂസ് ചെയ്തത് ചെയ്യാട്ടെ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ഞാൻ നോർമലി എടുക്കുന്നത് ഇത്രയും ഗ്യാപ്സാണ് കേട്ടോ. ഇത്രയും ഗ്യാപ്സാണ് ഒരു ഇതിലേക്ക് എടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് ഒരു 2 സ്റ്റിച്ച് അവിടെ കൊടുക്കും. പിന്നെ വീണ്ടും നമ്മൾ അതുപോലെ അവിടെ നിന്ന് ഫാബ്രിക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സാധനം ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ ഉള്ളിലേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 സ്റ്റിച്ച് അവിടെ കൊടുക്കാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് തീർന്നിട്ടുണ്ട്. നമ്മൾ 2 മീറ്റർ ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റിയിട്ടുണ്ട്. ഇത്ര ഗ്യാപ്സിൽ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ റഫിൾസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റഫിൾസ് അല്ലെങ്കിൽ ഹാൻഡ് ഫ്രില്ലാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇതൊക്കെ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇതുണ്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു സംഭവം തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ലുക്ക് ഇടുന്ന സംഭവം ഒന്ന് ഇങ്ങോട്ടേക്കോ മാറിപ്പോയാൽ അതിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ മെഷീനിൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ബാർ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ പിൻ ചെയ്തിട്ട് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എല്ലാ റഫിൾസും ഗ്യാദേഴ്സും ഫ്രില്ലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് നമ്മൾ ഈ ഒരു സംഭവം കുറച്ചൊന്ന് ഇതുണ്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതുപോലെ ഗ്യാദർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ റഫിൾസ് കിട്ടും. നമുക്ക് ഫാബ്രിക്സ് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബോക്സിലേക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഹെവി ആയിട്ട് നമുക്ക് ആ ഒരു റഫിൾസ് ഗ്യാദേഴ്സ് ഒരു ഫാബ്രിക് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. നല്ല പൊങ്ങി നല്ല ഇതായിട്ട് കിട്ടും. അപ്പം ഈ രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാം കേട്ടോ.